ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗായ്സ്, ഇന്ന് വിഷു ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു വിഷു വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ വിഷു എങ്ങനെയാണെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഞങ്ങളങ്ങനെ ഗംഭീരമായിട്ട് വിഷു ആഘോഷിക്കാറില്ലെങ്കിൽ പോലും അത്രയ്ക്ക് തരക്കേടില്ലാത്ത വിധം ആഘോഷിക്കാറുണ്ട് കേട്ടോ. പിന്നെ വിഷുവിൻ്റെ തലേ ദിവസമാണ് ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടി പോയത്. അതുകൊണ്ട് നല്ല ടയേർഡായിരുന്നു. എങ്കിൽ പോലും ഞാനും അമ്മയും കൂടിയിട്ടാണ് വിഷുക്കണിയൊക്കെ ഒരുക്കുന്നത് കേട്ടോ. പിന്നെ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ അമലേട്ടനും ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ അനിയനും ഉണ്ടായിരുന്നു. ഞാനും അമലേട്ടനും അമ്മയും കൂടെ ഫ്രൂട്ട്സ് എങ്ങനെ വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. ലാസ്റ്റ് നമ്മൾ അവസാനം എങ്ങനെയൊക്കെയോ വെച്ച് ഫിക്സ് ചെയ്തു കേട്ടോ. അങ്ങനെ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ കണിയൊക്കെ റെഡിയായി ഫുൾ സെറ്റായി കേട്ടോ. പിന്നെ കണിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തെങ്കിലും കുറവുണ്ടോ നോക്കുമ്പോൾ ഒരു ചക്കൻ്റെ കുറവുണ്ടായിരുന്നു അമലേട്ടൻ പറഞ്ഞു. അങ്ങനെ അമലേട്ടൻ ഓടിപ്പോയിട്ട് ചക്കയൊക്കെ പറിച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ കണ്ണിന് തുളസിമാല കെട്ടാൻ നടന്നു പോയിട്ടോ. അങ്ങനെ അമലേട്ടനും അമ്മയും കൂടെ പോയിട്ട് തുളസിയൊക്കെ പറിച്ച് വന്ന് ലാസ്റ്റ് എല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. ഗൈസ്, ഇപ്പം ഞാൻ പറയുന്നത് ടാറ്റാ, നമുക്ക് നാളെ രാവിലെ എണീച്ച് കണി കാണാം ഗൈസ്. ഇപ്പം നമുക്ക് നല്ല പോലെ പോയി ഉറങ്ങാം. ബായ്. അങ്ങനെ രാവിലെ എണീച്ചപ്പോൾ അമ്മ ടൈറ്റായിട്ട് വന്ന് കണ്ണ് അമർത്തി പിടിച്ചിട്ടുണ്ട്. എങ്ങാനും ഞാൻ ഓട്ടക്കണ്ണ വെച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ടൈറ്റായി പിടിച്ചിട്ട് നടക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ അമലേട്ടൻ അമ്മ കണി കാണിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വീഡിയോ എടുക്കണമെന്ന്. എൻ്റെ കഴുത്ത് നോക്കുക ഗൈസ്, അമ്മ അമർത്തി പിടിച്ചിട്ടേ കഴുത്തൊടിയാഞ്ഞത് ഭാഗ്യം. അങ്ങനെ നന്നായിട്ട് കണി കണ്ടു, പ്രാർത്ഥിച്ചു. എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ, എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടോ അതൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഇനി അടുത്തതാണ് പടക്കം പൊട്ടിക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ വിഷു കൈനീട്ടം ഇല്ലാണ്ട് എന്ത് വിഷുവാണ് ഗൈസ്. അങ്ങനെ അമ്മമ്മയ്ക്കും അമ്മയ്ക്കും എനിക്കും എല്ലാവർക്കും വിഷു കൈനീട്ടമൊക്കെ പറ്റുന്ന പോലെ അമലേട്ടൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കും എല്ലാവരുടെയും വക വിഷു കൈനീട്ടം കിട്ടി. സന്തോഷം. എനിക്ക് കൈനീട്ടം കിട്ടിയില്ല, അമലേട്ടൻ്റെ കൈനീട്ടം കിട്ടിയില്ല. ഇത് കഴിഞ്ഞില്ലേ കൈനീട്ടം? അങ്ങനെ അമ്മയ്ക്കും കൂടെ കൊടുത്തിട്ട് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിച്ചു ഗൈസ്. അങ്ങനെ തകൃതിയായി പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു ഗൈസ്. മേമ ഉണ്ടായിരുന്നു, പിന്നെ അപ്പു കുട്ടു എല്ലാവരും ഉണ്ടായിരുന്നു ഗൈസ്. അടിപൊളിയായിട്ട് നമ്മൾ വിഷു ഒക്കെ ആഘോഷിച്ചു കേട്ടോ. പിന്നെ നല്ല ഭംഗി, ഒട്ടും നല്ല അങ്ങനെ അവസാനത്തെ കലാശക്കൂട്ടിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. ഞാനും അമലേട്ടനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ ചെറിയച്ഛൻ്റെ മോനാണ് ഗൈസ്. ഇപ്പം നമ്മൾ വിഷു രാവിലെ എനിക്ക് കണി കണ്ടു, പടക്കം പൊട്ടിച്ചു. പിന്നെ നമ്മളിപ്പോൾ അമ്പലത്തിൽ അടുത്തൊരു അമ്പലമുണ്ട്, അവിടെ പോകാൻ പോകണ്ട. പോയിട്ട് വരാം ഗൈസ്. ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടാളുടെയും വക ഹാപ്പി വിഷു. പിന്നെ ഞാൻ അമലേട്ടൻ്റെ ഫോൺ കൊടുത്ത ശേഷം ഞാൻ അറിയാത്ത പോലെ ഇങ്ങനെ നടന്നു, അറിയാത്ത പോലെ വീഡിയോ എടുത്തു എന്ന് വെച്ചിട്ട് കേട്ടോ. ഗൈസ്, പട്ട് ഷോ എങ്ങനെയുണ്ട് ഗൈസ്? ഇത് എവിടെ നിന്ന് മേടിച്ചറിയോ? ഇത് കുത്താമ്പുളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നല്ല പൈസ കൊടുത്ത് വാങ്ങിയ ഡ്രസ്സാണ്. ഇന്ന് തോന്നുന്നുണ്ടാ ഇതെൻ്റെ അമ്മൻ്റെ സാരി വെട്ടിയടിച്ചാണ് ഗൈസ്. എൻ്റെ അമ്മയുടെ സാരിയാണ്. കൊള്ളാല്ലേ? അപ്പം നമുക്ക് അമ്പലത്തിൽ പോകാം. ഇത് അമ്മയുടെ സാരി വെട്ടി അടിച്ചതാണ് കേട്ടോ. ഒരു ദിവസം മുന്നാണ് അടിച്ചു തന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര നമുക്ക് നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഗൈസ്, അപ്പൊ നമ്മൾ അടുത്ത അമ്പലത്തിൽ പോവാണ്. 150 പ്രാവശ്യം ഞാൻ പറഞ്ഞു, എങ്കിലും നമുക്ക് പോവാം. 150 പ്രാവശ്യം പറഞ്ഞു. ഓക്കെ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും വിഷു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? പടക്കമൊക്കെ പൊടിച്ചോ? വിഷു ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചോ? പ്ലീസ് കമൻറ്റ് ചെയ്യോട്ടെ എല്ലാവരും. ആകാശ് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്, അമലേട്ടൻ അവിടെ ഇരിക്കുന്നു. അമലേട്ടൻ്റെ പുതിയ ഷർട്ട് എങ്ങനെ ഉണ്ട്? കമൻറ്റ് ചെയ്യുമോ ഗൈസ് എല്ലാവരും.
കിളിപ്പച്ച. കിളിപ്പച്ചല്ല, നല്ല പച്ച. ഇത് നിങ്ങള് മഞ്ഞാണെന്ന് വിചാരിക്കും. എനിക്ക് തോന്നുന്നു അമ്മ പറയുന്നത് ഇത് മഞ്ഞല്ല, പടക്കം പൊട്ടിച്ചിട്ടുള്ള പുകയാണെന്നാണ് പറയുന്നത്. അമ്പലത്തിട്ടോ അമ്പലത്തി ഇനി നമ്മൾ പോയി തൊഴുതിട്ടങ്ങ് വരും. എന്ത് ഗൈസ്, അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് എത്തി. അപ്പം നമുക്ക് പോയി തൊഴുതിയിട്ട് വരാം. ഞാൻ 150 പ്രാവശ്യം ഇപ്പം അമ്പലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൊഴുതിട്ട് വന്നിട്ട് കാണാം. ഓക്കെ. നന്നായി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ദൈവത്തിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ദൈവം തൊഴുതിട്ടാണോ എന്തോ. ഇനി അല്പം റീൽസ്, അത് നിർബന്ധ. നമ്മൾ ഓരോ ഷോർട്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എടുത്ത് വെക്കുന്നുണ്ട്. അമലേട്ടൻ എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ, എങ്കിലും എഡിറ്റ് ചെയ്യാൻ നോക്കണം. ഓരോ ഷോർട്സ് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിൽ നിന്ന് വീട്ടിലോട്ട് എത്തി. ഫുഡൊക്കെ കഴിച്ചു. ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇത് വൈകുന്നേരം നമ്മളുടെ വീടിൻ്റെ അടുത്ത് വന്നൊരു വേലയാണ്. പൂരം, ചെറിയൊരു പൂരം എന്ന് പറയാം. അങ്ങനെ എൻ്റെ അമ്മ എന്ത് ചെയ്യാണ്, ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് കൊടുക്കേണ്ട കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ട്. വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം വേലയും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള ഒരു ചെറിയൊരു വേലയാണ് ഗൈസ്. അപ്പം നിങ്ങളെല്ലാം പോയി കണ്ടിട്ട് വായോ. എങ്ങനെയുണ്ട് ഗൈസ്, മുല്ലപ്പൊക്കെ വെച്ചിട്ട് കൊള്ളാവോ? എന്തായാലും വാടുന്ന വരെ വയ്ക്കാം, വെറുതെ പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. നമ്മളിന്ന് രാവിലെ എണീറ്റ് കണി കണ്ട് പടക്കമൊക്കെ പൊട്ടിച്ച് അമ്പലത്തിലോട്ട് പോയി അങ്ങനെ പ്രാർത്ഥിച്ച് വന്നു. പിന്നെ അതിൻ്റെ ശേഷം ഒന്നും വീഡിയോ എടുത്തില്ല, എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മൾ ലൈവിലൊക്കെ പോയി കേട്ടോ. പിന്നെ ഒരു സമയം ഈ ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല മഴേൻ്റെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട്. മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട അവനേട്ടൻ എവിടെയാണ്? അവനേട്ടനും എൻ്റെ അനിയനും കൂടെ സിനിമയ്ക്ക് പോയി ഗൈസ്. ഞാൻ പോയില്ല, നാളെ രാവിലെ നേരത്തെ അടിച്ച് ഗുരുവായൂർ പോകണം. സോ ഞാൻ എവിടെയും പോയില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചെറിയൊരു വിഷു വ്ളോഗാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ അതുവരെയൊക്കെ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ബൈ.